ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം, ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം, മുൻപേ നടന്നു സദാ കേൾപ്പിക്കണമേ, മുൻപേ നടന്നു സദാ കേൾപ്പിക്കണമേ. നല്ല ദേവനേ, ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടണമേ, നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടണം. കർത്താവിൻ്റെ വിലയേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ച് ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് അരുമനാഥനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മൾ ചിന്തിക്കുന്നതായ ചിന്തയിലേക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-28 തിരുവചന ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ദൈവം മനുഷ്യന് വേണ്ടി നിയമിച്ചതായ ഒരു പ്രവൃത്തിയെ കുറിച്ച് ഇവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തുകയാണ്. മരണം എങ്ങനെ ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായല്ലോ. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. സ്തോത്രം. എല്ലാ മനുഷ്യനും പാപികളാണെന്ന് ദൈവാത്മാവ് കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. അതിനോട് ചേർന്ന് നമ്മൾ ചിന്തിച്ച് യാത്ര ചെയ്തപ്പോൾ ചില വസ്തുതകൾ നമ്മൾ ചിന്തിപ്പാനിടയായി. ധനവാനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചല്ലോ. ധനവാനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അത് ലൂക്കോസിന്റെ സുവിശേഷം 16-27 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക പദമുണ്ട്. എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതന സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ. സ്തോത്രം. ധനവാൻ ആഡംബരത്തോടുകൂടെ ഇവിടെ ജീവിച്ചപ്പോൾ അവൻ ഓർത്തില്ല ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് അവൻ എത്തുന്നതെന്ന്. എത്തിയ സ്ഥലം ഭയാനകമാണെന്ന് ബോധ്യം വന്നപ്പോൾ അബ്രഹാമിനോട് പറയുകയാണ്, പിതാവേ, ലാസറിനെ എന്റെ സഹോദരന്മാരുടെ അടുക്കലേക്ക് അയക്കണം. എന്തിനു വേണ്ടിയാ? അവരും ഇവിടെ വരാതിരിപ്പാൻ. എത്ര ഭയാനകമാണെന്നൊന്ന് ചിന്തിക്കണം. അവൻ അതിന്റെ ഭീകരത മനസ്സിലാക്കിയപ്പോൾ, എനിക്കിനി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ, എന്റെ സഹോദരന്മാർ ഇവിടെ വരരുതെന്ന് യാതന സ്ഥലത്ത് കിടന്നവൻ നിലവിളിക്കുക. അതുകൊണ്ടാണ് മാറ്റമില്ലാത്ത വചനം പറയുന്നത്, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? സ്തോത്രം. യാതന സ്ഥലം എന്ന് പറയുന്നത് സുഖവാസ കേന്ദ്രമല്ല. അവിടെ ആരും എത്തരുതെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ പെന്തക്കോസുകാർ എന്ത് ചെയ്യുന്നത്? മറ്റുള്ളവരോട് മക്കളെ നിങ്ങൾ അങ്ങോട്ട് പോകല്ലേ എന്ന് പറയുന്നതിന്റെ കാരണം അതാ. സ്തോത്രം. ഒരിക്കൽ അവിടെ പോയിട്ട് അവിടുന്ന് രക്ഷപ്പെടാനൊരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ പറയേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ചോയ്സ് ഇല്ല. മരിച്ചതിന് ശേഷം പിന്നെ എന്തില്ല?
ഒരു ചോയ്സ് ഇല്ലെന്ന്. ആ ഭീകരമായ അവസ്ഥയെ യഥാർത്ഥമായി മനസ്സിലാക്കുമ്പോഴാണ് ഇത് മറ്റുള്ളവരോട് പറയണം എന്ന് തോന്നുന്നത്. ഒരു മാരകമായൊരു രോഗം പിടിപെട്ട ഒരു വ്യക്തി ഒരു ഡോക്ടറെ കണ്ട് സൗഖ്യം പ്രാപിച്ചെന്നിരിക്കട്ടെ. അതേ രോഗം വേറെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും? രോഗം വന്ന് സൗഖ്യം പ്രാപിച്ച വ്യക്തി ഏതെങ്കിലും നിലയിൽ ആ വ്യക്തിയോട് പോയിട്ട് പറയും, ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിലുള്ള ഒരു ഡോക്ടറുണ്ട്, അവിടെ ചെന്നാൽ സൗഖ്യം പ്രാപിക്കാം. എന്താ കാരണം? താൻ ആ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. അതാണ് അതിന്റെ കാരണം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട്, ദൈവമക്കളോട് ചില യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നത്, മരണം നിശ്ചയമാണ്. മരണശേഷം പിന്നെ എന്തില്ല? ഒരു മോചനം അല്ലെങ്കിൽ ഒരു ഉദ്ധാരണം ഇല്ലവേ ഇല്ല. ഉദ്ധാരണം എപ്പോഴാണ്? ഇപ്പോൾ. സ്തോത്രം, ഹല്ലേലൂയ. സുഖലോലുപനായി ജീവിച്ച ധനവാൻ, ഒന്നും കൂടെ പറഞ്ഞാൽ നന്മ ചെയ്ത് ജീവിച്ച ഒരു വ്യക്തി. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത്, കർത്താവ് പറയുന്ന വാക്ക്, ഒരിടത്ത് ധനവാനായ ഒരുവൻ ഉണ്ടായിരുന്നു. ധനവാനായ ഒരുവൻ ഉണ്ടായിരുന്നു. സ്തോത്രം. നടന്ന സംഭവമാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നന്മ ചെയ്തത് കൊണ്ട് സ്വർഗത്തിൽ പോകില്ല. അതിനടുത്തത് ഞാൻ പറഞ്ഞത്, അതിനോട് ചേർന്ന് കൊർന്നല്യോസിന്റെ അനുഭവത്തെ കുറിച്ച് പറയുവാനിടയായി. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 31 മുതൽ 33 വരെയുള്ള വചനഭാഗത്ത് കൊർന്നല്യോസിനോട് പത്രോസ് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നത് കാണുവാൻ കഴിയും. കൊർന്നല്യോസേ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു. യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വിളിക്കുക. അവൻ കടൽപ്പുറത്ത് തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്നു. അവിടെ കൊർന്നല്യോസ് പറയുന്ന അടുത്തൊരു പദമുണ്ട്, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുൻപാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഒരു യാഥാർത്ഥ്യം നിങ്ങളോട് പറയാം. യഥാർത്ഥമായ ദൈവികമായി ബന്ധമുള്ള ഒരു വ്യക്തി, ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യത്തോട് എതിർക്കില്ല. ഹല്ലേലൂയ. വചനത്തോട് മറുതലിക്കില്ലെന്ന്, അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയില്ലെന്ന്. ഇവൻ യഥാർത്ഥത്തിൽ ഒരു അന്യജാതിക്കാരനാണ്. സ്തോത്രം. അന്യ ജാതിക്കാരനാണ്. ദൈവത്തെ അറിഞ്ഞതായ അങ്ങനെ ഒരു പാരമ്പര്യം അവനില്ല. എന്നാൽ പാരമ്പര്യമുള്ള പത്രോസിന് ഒരു തുപ്പട്ടിയുടെ ദർശനം കൊടുത്തു. ആമേൻ. ഈ ഭൂമിയിലുള്ള സകല മൃഗങ്ങളും അതിനകത്തുണ്ടായിരുന്നു. അറുത്ത് തിന്നുവാൻ പറഞ്ഞു. പത്രോസ് പറഞ്ഞു, കർത്താവേ, അശുദ്ധമായതൊന്നും ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ടില്ല. ഹല്ലേലൂയ. അവനോട് ദൈവം പറഞ്ഞു, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് മലിനമെന്ന് പറയരുത്. ഹല്ലേലൂയ. ദൈവസഭ എന്ന് പറയുന്നത് ഹല്ലേലൂയ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. ഏതൊക്കെ വ്യക്തികളാണ് അതിനകത്തുള്ളത്? ഈ ഭൂമിയിലുള്ള സകല മനുഷ്യവർഗത്തിനും വേണ്ടിയാണ് എന്റെ ദൈവം കാൽവരി കുലക്കടത്ത് പരമയാഗമായത്. ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയുടെ ദൈവമല്ല.
ആമേൻ. പക്ഷെ ഈ ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു വരുമ്പോൾ നിന്റെ പ്രൗഢി കൊണ്ടുവന്നിട്ട് കാര്യമില്ല. നിന്റെ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. കുടുംബ മഹിമയുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടത്തിൽ വീണ്ടെടുപ്പിന് വേണ്ടി വില കൊടുക്കുന്ന വിലയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കൂടുതലുള്ളവൻ കൂടുതലും കൊടുക്കരുത്, കുറവുള്ളവൻ കുറവും കൊടുക്കരുത്. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ഏതാണോ അത് മാത്രമേ കൊടുക്കാവൂ. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മനം തിരിഞ്ഞു വരണം. ഹല്ലേലൂയ. മനം തിരിഞ്ഞ് നിർബന്ധിച്ചിട്ട് വരേണ്ടതല്ല, സ്വമനസ്സോടെ പൂർണ്ണ സമ്മതത്തോടെ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിനകത്ത് രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ ആ നിമിഷം മുതൽ എന്റെ ദൈവം നിന്നെ കയ്യേൽക്കും. ഹല്ലേലൂയ. ആരെല്ലാം എതിരായാലും, ആരെല്ലാം നിനക്ക് എതിരായി നിന്നാലും എന്റെ ദൈവത്തിന്റെ പ്രവർത്തിയുടെ കരം നീ ആയിരിക്കുന്ന ഇടത്ത് വെളിപ്പെടുത്തി നീ ആരുടെ വകയെന്ന്, നീ ആരെ വിശ്വസിച്ചു എന്ന് അറിയത്തക്കവന് ദൈവത്തിന്റെ പ്രവർത്തി വെളിപ്പെടുത്തുവാൻ ദൈവം മതിയായവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. എന്നെ കേൾക്കുന്ന കേൾവിക്കാരോട്, ദൈവമക്കളോട് പ്രത്യേക എടുത്തു പറയുകയാണ്, നമ്മുടെ ഒരു പുണ്യപ്രവൃത്തിയും ദൈവ മുൻപാകെ രക്ഷയ്ക്ക് അത് നിദാനമല്ല. രക്ഷയ്ക്ക് ഒരൊറ്റ കാര്യം, നീ സമ്മതിക്കണം, ഞാൻ പാപിയാണ്. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ എനിക്ക് പകരമായി കർത്താവായ യേശു ക്രിസ്തു പരമയാഗമായെന്ന് ഹൃദയം കൊണ്ട് നീ വിശ്വസിക്കണം. ആമേൻ. ആരും നിർബന്ധിച്ച്, നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, ഉന്തി മരം കയറ്റി കഴിഞ്ഞ കാര്യമില്ല, കൈവിട്ട് കഴിഞ്ഞാൽ ചെയ്യും. കുറച്ചങ്ങ് കയറും, കൈവിട്ടാൽ താഴെ പോരും. എന്നാ സ്വയമായി കയറുന്നവനോ കയറിപ്പോക്കോളും. ദൈവിക ബന്ധവും അത് തന്നെയാണ്. സ്വയമായി ഈ ദൈവത്തെ എനിക്ക് വേണം എന്നൊരാഗ്രഹം ഹൃദയത്തിനകത്തുണ്ടാകണം. എന്തിനു വേണ്ടിയാണ്? ഇവിടെ എന്തെങ്കിലും നേടാൻ വേണ്ടിയല്ല. സ്തോത്രം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കിട്ടില്ലേ. വേണ്ടുന്നത് ദൈവം നൽകും, അത് അതത് സമയങ്ങളിൽ നൽകും. നീ ആരെയാണ് വിശ്വസിച്ചതെന്ന് അറിയത്തക്കവണ്ണമുള്ള ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടും. ആമേൻ. ഹല്ലേലൂയ. പഴയ നിയമ പുസ്തകത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒന്നൊന്ന് വായിച്ചാൽ, ഹല്ലേലൂയ, വിശ്വസ്തയോടെ ദൈവിക പ്രമാണം നീ അനുസരിച്ചാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കലവറ. ഹല്ലേലൂയ. അത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. പക്ഷെ അത് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ വിശ്വസ്തയോടുകൂടെ ഈ യാത്ര ചെയ്യണം. ആമേൻ. സ്തോത്രം. അടുത്തൊരു ഭാഗം നമ്മൾ ചിന്തിച്ചത് ലെഗ്യോനെ കുറിച്ചാണ്. അത് പ്രധാനമായിട്ട് അതിനെക്കുറിച്ച് പറയുന്ന മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ എഴുതിയിരിക്കുന്ന ആർക്കും അവനെ അടക്കുവാൻ കഴിയാത്ത ഒരു നിലവാരത്തിലായിരുന്നു അവന്റെ അവസ്ഥ. അടുത്ത അതിന്റെ താഴോട്ട് വരുമ്പോൾ ഇടവിടാതെ നിലവിളിച്ചും തന്നെ താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു.
ഒരു മനുഷ്യനും അവനെ ബന്ധിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ അന്ധകാര ശക്തി അവന്റെ മേൽ വ്യാപരിച്ചിരുന്നു. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ, അല്ലെങ്കിൽ ആ ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ ചങ്ങലയൊക്കെ എന്ത് ചെയ്യും? പൊട്ടിച്ചു കളയും. അവനിൽ വ്യാപരിച്ച ശക്തി എത്ര വലുതാണെന്ന് നോക്കിയേ. എന്നാൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ അടിയറ പറഞ്ഞ് അന്ധകാര ശക്തി അവനിൽ നിന്നും മാറി. ഒന്ന് ചിന്തിച്ചേ, അവൻ നിലവിളിക്കുന്ന നിലവിളി കേട്ടിട്ട് എത്ര ആളുകൾക്ക് അസഹ്യം തോന്നിക്കാണും. പെന്തക്കോസ്തുകാരെ സ്തോത്രം പറയുമ്പം ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. കള്ളും കുടിച്ച് നേരം എടുത്ത് വൈകുന്നേരം വരെ കിടന്ന് ബഹളം വെച്ചാൽ ആർക്കൊരു സ്തോത്രം. അതിന്റെ കാരണമുണ്ട്. ദൈവമക്കൾ സ്തോത്രം പറയുമ്പോൾ പിശാചിന് ഇരിക്കാൻ പറ്റാതെ വരിക. അതതിന്റെ കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചല്ലോ, അവൻ വ്യക്തികളെയാണ് ഉപയോഗിക്കുന്ന പിശാച്. ഇവൻ നിരപരാധിയാ. അവന്റെ ശരീരത്തെ തന്നെ കല്ലുകൊണ്ട് ചതക്കുകയാണെന്ന്. സുബോധം വന്നു കഴിഞ്ഞപ്പോ അവൻ തുണി ഉടുത്തിട്ടിരിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം അവൻ തുണി ഉടുത്തിരുന്നില്ല. ഒന്ന് ചിന്തിച്ചേ, തുണി. സ്തോത്രം. ഞാൻ ഇരിഞ്ഞാലക്കുട മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് ഒരു സഹോദരൻ ഒരു പാണക്കെട്ടും കൊണ്ട് ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുന്ന കാണാം. അതിന്റെ വസ്ത്രം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഇരുമ്പിന്റെ മാതിരിയുള്ള, കാണുമ്പോൾ തന്നെ അറിയാം അഴുക്കായിട്ടാണ്, വേറെ ഒന്നുമല്ല, ഇരുമ്പിന്റെ മാതിരിയായിട്ടുണ്ട് വസ്ത്രം. ഞങ്ങൾ സാധാരണ വണ്ടിയിൽ പോകുമ്പം ഒന്നെങ്കിൽ ഇങ്ങോട്ട് വരണ കാണാം, പോകുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ തിരിച്ചു നടക്കുന്ന കാണാം. ഒരു പാണക്കെട്ടുണ്ട് കയ്യിൽ. സ്തോത്രം. എന്ത് കഷ്ടമാണെന്ന് നോക്കിയേ. ആ വ്യക്തിയുടെ മേൽ ഒരു അന്ധകാര ശക്തി വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്. ആരും ഉപദ്രവിക്കുന്നൊന്നുമില്ല. റോഡിൽ കൂടെ എന്ത് ചെയ്യുക? എത്ര കിലോമീറ്റർ നടക്കുന്നതെന്നറിയാമോ? സ്തോത്രം. പൈശാചികൻ ഇങ്ങനെ വിവിധ നിലകളിൽ, ചിലര് അക്രമകാരികളാകുന്നു, ചിലത് സ്വയം പോയി ചാകുന്നു. പല നിലകളിൽ പിശാച് ഓരോ വ്യക്തികളെ ഉപയോഗിക്കുകയാണ്. എന്നാൽ ഇന്ന് പകലിൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ദൈവിക കൂട്ടായ്മയിലേക്ക് ഒരുവൻ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്ത് സ്വയമായി ഒരു തീരുമാനമുണ്ടാകണോ. എനിക്ക് ദൈവമായി ബന്ധം പുലർത്തണോ. ഹല്ലേലൂയ. അങ്ങനെ ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ഞാൻ പാപിയാണെന്ന് സമ്മതിക്കണം. സ്തോത്രം. എന്റെ പാപത്തിന്റെ പരിഹാരത്തിനാണ് കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചതെന്ന് സ്വയമായി സമ്മതിക്കണം. ഹല്ലേലൂയ. അങ്ങനെ സമ്മതിച്ചാൽ മാത്രം പോരാ. വേദപുസ്തകം പറയുന്ന വാക്കുണ്ട്, റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം. ഇതെന്ത് ചെയ്യണം? ഒരു പാപി സ്വയമായി ഹൃദയത്തിനകത്ത് ഞാൻ പാപിയാണെന്ന് സമ്മതിച്ച് ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു ചെല്ലണം. ആളുകൾ പറയുന്നത് പെന്തക്കോസ്തുകാര് ആളുകൾ എന്ത് ചെയ്യുക? പൈസ കൊടുത്ത് മാറ്റുകയാണെന്ന. സ്വയമായിട്ട് ജീവിക്കാൻ തന്നെ വേണ്ട പോലെ പൈസയില്ല. എന്നിട്ടാണ് മറ്റൊരാൾക്ക് എന്ത് ചെയ്യുന്നത്? സ്വതന്ത്രം. മനുഷ്യരായതുകൊണ്ട്, സഹജീവികളായതുകൊണ്ട് ചിലതൊക്കെ ചെയ്തെന്നിരിക്കും. മതം മാറ്റാൻ വേണ്ടി ആരും പൈസ കൊടുത്ത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. സ്വതന്ത്രം. അങ്ങനെ ഉന്തി കയറ്റിയിട്ടും കാര്യമില്ല. എവിടെ കൊണ്ടുപോകാനാ? ഇവിടെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണോ? അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും കൃപയാൽ ഞാൻ ചെയ്യുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ,
പത്രോസ് പറഞ്ഞ വാക്ക് തന്നെ ഞാനിവിടെ ഉദ്ധരിക്കുക. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരികയാണ്. നസ്രയനാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ നാളുകളായി ചുമന്നുകൊണ്ട് നടന്നിരുന്ന ആ വ്യക്തി ജീവിതം അല്ലെങ്കിൽ നിരയാണികൾ ഉറച്ച തുള്ളിച്ചാടുകയാണ്. ഹല്ലേലൂയ. അവനോട് ആരെങ്കിലും ചോദിച്ചെന്നിരിക്കട്ടെ, എന്താടാ നീ തുള്ളുന്നേ? തുള്ളുന്നത് എന്താണെന്നോ? നീ എന്റെ കൂടെ ഒന്ന് തുള്ളുക, പറയാ എന്താന്ന്. എത്ര നാളായി ഞാൻ സുന്ദരം എന്ന ദേവാലയത്തിന്റെ പടിവാതിൽക്കൽ ഇരിക്കുന്നു. അന്ന് ആരും എന്നോട് വന്ന് നീ എന്താടാ ഇരിക്കുന്നെന്ന് ചോദിച്ചോ? ഇന്നിപ്പോ ഞാൻ നടക്കുക, ഇനി ഞാൻ തുള്ളും, ഇനി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. നിങ്ങളതിന് ഒന്ന് നോക്കിയാ മതി. ഈ ജനിച്ച് വീണ് ചില സമയങ്ങൾ കഴിയുമ്പോൾ പശുക്കിടാവ് കാണിക്കുന്ന പരിപാടിയുണ്ട്. മൂടും പൊക്കി കുതിച്ച് ചാടി ഒരു തുള്ളല് അതിന്റെ അടുത്ത കാലം ചൊവ്വ നേരെ നോക്കി നിന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ശരിക്ക് തൊഴി കിട്ടും. അതിനെ പിടിച്ചാൽ നിൽക്കുവോ? പക്ഷെ കുറച്ച് കഴിയുമ്പം പിന്നെ എന്ത് ചെയ്യും? നേരെ നടക്കാൻ തുടങ്ങും. സ്തോത്രം. ഇന്ന് ഞാൻ രാവിലെ കുഞ്ഞിനോട് ദൈവവചനം പറഞ്ഞു കൊടുത്തപ്പോൾ ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുമ്പോൾ യോസഫിനെ കുറിച്ചാണ് പറഞ്ഞത്. ദൈവിക സാന്നിധ്യം കൂടെ ഉണ്ടാകും. പലപ്പോഴും ഞാൻ അവന് ഉദാഹരണമായി പറഞ്ഞ അവന്റെ അനുജന തന്നെയാ. കൈ പിടിച്ച് നടക്കുമ്പം കൊതറി എന്ത് ചെയ്യും? ചില സമയത്ത് ഒരോട്ടം കൂടും. വീണ് കഴിയുമ്പോൾ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഇത് തന്നെയാ പലപ്പോഴും നമ്മളും ചെയ്യുന്നേ. ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്താൽ ദൈവം നമ്മെ സൂക്ഷിക്കും. പലപ്പോഴും അനുസരണ കേട് കാണിച്ച് എന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടമുള്ള വഴിക്ക് പോയി കഴിയുമ്പോ വീണ് കഴിയുമ്പോ സ്തോത്രം. ഈ കുഞ്ഞ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളും ചിലപ്പോൾ ചെയ്യും, ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ, പക്ഷെ പലപ്പോഴും നമുക്കത് ഇഷ്ടക്കേടാ, ഇഷ്ടമല്ലല്ലോ. ഇന്നത്തെ കാലത്ത് ഒട്ടുമല്ല. സ്തോത്രം. ഒരു വ്യക്തിയെ തിരുത്തുവാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം, നിങ്ങൾക്ക് എന്നെ അറിയാന്നാ ചോദിക്കുന്നേ. ആ മണ്ടനറിഞ്ഞുകൂടാ. ജീവിതത്തിൽ വർഷങ്ങൾ പരിചരിച്ചതായ അല്ലെങ്കിൽ നടന്ന വഴിയുടെ അനുഭവങ്ങൾ ഉള്ള പിതാവാണ് മകനോട് പറയുന്നത്, മകനേ ഇന്ന വഴിയിലൂടെ പോകരുത്. ഹല്ലേലൂയ. എന്നതുപോലെ തന്നെ സർവജ്ഞാനിയായ ദൈവം പറയുകയാ, ഹല്ലേലൂയ, നീ എന്നോട് കൂടെ നടക്ക. ഹല്ലേലൂയ. നിന്നെ എത്തേണ്ട ഇടത്ത് എത്തിക്കുവാൻ ഞാൻ മതിയായവന്. പക്ഷെ ജീവനോട് ഇരിക്കുമ്പോൾ ഇത് അനുസരിക്കാൻ വയ്യ. വേറൊന്നും കൊണ്ടല്ല, സ്വന്തം ഇഷ്ടപ്രകാരം പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതനുസരിക്കാൻ എന്തില്ല, ആഗ്രഹമില്ല. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോവുക. സ്തോത്രം. എന്നാൽ തിരുവചനം പറയുന്നത് എന്താണെന്ന് നമുക്ക് അല്പമായി ഒന്ന് ചിന്തിച്ച് മുൻപോട്ട് പോകാം. സ്തോത്രം. എന്നിട്ട് ഞാൻ പെട്ടെന്ന് നിർത്തി അടുത്ത ശുശ്രൂഷയിലേക്ക് കടപ്പാൻ ആഗ്രഹിക്കുന്നു. ഈ രക്ഷ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചല്ലോ, ദൈവം തന്നെ ഒരുക്കിയ പദ്ധതിയാണ്. ഇത് മനുഷ്യൻ പാപത്തിൽ വീണു, പക്ഷെ മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവം തന്നെയാണ് ആ പദ്ധതി ഒരുക്കിയത്. സ്തോത്രം. അത് നമ്മൾ വായിച്ചല്ലോ. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-9 വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. അപ്പോൾ രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ ദാനമാണ്.
സ്വീകരിക്കുവാനും തിരസ്കരിക്കുവാനും ആർക്ക് സ്വാതന്ത്ര്യമുണ്ട്? അത് സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്തിരിക്കുക. വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി, അറിഞ്ഞില്ല എന്ന് പറയരുത്. ആമേൻ. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. ആമേൻ. അനേകർ, ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചാണല്ലോ, അനേകർ ചിന്തിക്കുന്നത് നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്നാണ്. പക്ഷേ സത്യവേദ പുസ്തകം പറയുന്നത് അങ്ങനെ ലഭ്യമാകില്ല എന്നാണ്. സ്തോത്രം. ആമേൻ. വളരെ കൃത്യതയോടുകൂടെയാണ് വിശുദ്ധ വേദപുസ്തകം ഈ യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്തുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളാകുന്ന നാം, എന്നെ കേൾക്കുന്ന കേൾവിക്കാരാകുന്ന ഓരോ വ്യക്തികളും തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. ഹല്ലേലൂയ. കാൽവറി ക്രൂശിൽ കർത്താവിനെ പരസ്യമാക്കി നിർത്തിയിരിക്കുന്നത് ഏതു വ്യക്തിയും ചെന്ന് അഭയം ചൊല്ലിയാൽ തട്ടിക്കളയുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. അതാണ് വചനം പറയുന്നത്. നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലോ ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. രക്താംബരം പോലെ ആയിരുന്നാലോ പഞ്ഞി പോലെ ആക്കി തീർക്കും. പക്ഷെ അതിന് നീ എന്ത് ചെയ്യണം? സ്വയമായി കർത്താവിൻ്റെ അടുക്കലേക്ക് പാപിയാണെന്ന് സമ്മതിച്ച് അടുത്തു ചെല്ലണം. അത് വ്യക്തിപരമായി അവരവരുടെ ഉത്തരവാദിത്തമാണ്. അടുത്തു ചെന്നാൽ ആമേൻ, ഹല്ലേലൂയ, രക്ഷയുടെ പദ്ധതി ഒരുക്കിയത് പിതാവ്. ഹല്ലേലൂയ. ആ പ്രവൃത്തി കാൽവരി ക്രൂശിൽ നിറവേറ്റിയത് പുത്രൻ. ആമേൻ. പരിശുദ്ധ ആത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ട് അത് പ്രായോഗിക മണ്ഡലത്തിൽ വരുത്തുവാൻ, അത് പ്രവൃത്തിയിൽ വരുത്തുവാൻ പരിശുദ്ധ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് സ്വീകരിക്കുമ്പോൾ, അതിനെ ഹല്ലേലൂയ വിധേയപ്പെടുമ്പോൾ ഒരു വ്യക്തി ഹല്ലേലൂയ രക്ഷിക്കപ്പെടുകയാണ്. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പാപവഴികളെ ഉപേക്ഷിച്ചെന്ത് ചെയ്യണം? വചനത്തോട് ചേർന്ന് ജീവിക്കണം. ആമേൻ. രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ പലരും പല നിലകളിൽ അതിനെ വിമർശിക്കുന്നവരുണ്ട്. അത് പ്രധാനമായിട്ട് ക്രിസ്ത്യാനികളാണ് എന്ത് ചെയ്യുന്നത്? ഞങ്ങൾ ശിശുസ്നാനമേറ്റവരാണ്, ഞങ്ങൾ ശിശുസ്നാനം ഏറ്റവരാണ്. നിനക്ക് വിശ്വാസം ഉണ്ടായിട്ടാണോ നീ സ്നാനപ്പെട്ടത്? സ്തോത്രം. അതിന് പകരമായിട്ട് തലത്തൊട്ടപ്പെന്നും പറഞ്ഞൊരുത്തൻ പുറകിൽ നിന്ന് എന്ത് ചെയ്യും? വചനം പറയുന്നത് വിശ്വസിക്കണം. ആര്? മുതുക്കനായവനായാലും കുഞ്ഞായാലും മധ്യവയസ്സനായാലും സ്വയമായി എന്ത് ചെയ്യണം? എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു എനിക്ക് പകരം കാൽവറി ക്രൂശിൽ മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ടാണ് ആദരം കൊണ്ട് ഏറ്റുപറയേണ്ടത്. അതൊരു വ്യക്തി ചെയ്യേണ്ടതാണ്. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായ രക്ഷയുടെ അനുഭവം ഒരു വ്യക്തിയെ ഹല്ലേലൂയ ഉരുത്തിരിയുന്നത്. അതിന് ശേഷമാണ് സ്നാനം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വിഭാഗം നല്ലൊരു ശതമാനം സ്നാനം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ മുങ്ങിക്കുളി എന്നാണ്. അതാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഇവരെന്താണ് ചെയ്യുന്നത്? വെള്ളം തെളിച്ചിട്ട് സ്നാനപ്പെടുത്തി എന്ന് പറയും. അത് തന്നെ ഒരു തട്ടിപ്പാണ്.
അത് കണ്ടിട്ട് കുറെ എണ്ണം അടുത്ത് നിന്ന് ആമേൻ പറയാൻ കുറെ ആളുകളും. ഒരു ദിവസം തമ്പുരാൻ ഇതിനൊക്കെ പിടിക്കും, വരച്ച വരയിൽ നിർത്തും. അനേക അച്ഛന്മാര് സ്നാനപ്പെട്ടവരുണ്ട്. സ്നാനപ്പെട്ടിട്ട് ലോകം ധരിച്ചിട്ട് നടക്കുന്ന അനേകരുണ്ട്. ആളുകൾ ചിന്തിക്കുന്ന സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്നാ. ഇല്ലെന്നേ. സ്നാനപ്പെടുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ ഒരു ജനനം നടക്കുകയാണ് സ്നാനപ്പെടുമ്പോൾ. തുടർന്ന് എന്ത് ചെയ്യണം? ഈ സത്യവേദ പുസ്തകം അനുസരിച്ച് ജീവിക്കണം. ഈ വചനത്തോട് ചേർന്ന് ക്രമീകരിക്കേണ്ട ഇടങ്ങളെ ക്രമീകരണം ചെയ്ത് ജീവിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം ഓരോ ദൈവ പൈതലിലും ഉണ്ടെന്ന്. ഒരു ദിവസം കൊണ്ട് ഇത് ക്രമീകരിക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ ജീവിതത്തിലെ സ്വഭാവങ്ങൾ നമ്മളറിയാതെ നമ്മുടെ മേൽ അധികാരം നടത്തുന്ന ഒട്ടനവധി വസ്തുതകളുണ്ട്. സണ്ണി വർഗീസ് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആയാൽ ഞാൻ വിശ്വസിക്കുന്നത് ആ ദിവസം തമ്പുരാൻ പറയും, മോനെ നിന്റെ പണി തീർന്നു പോരെ. അത്രയേ ഉള്ളൂ. വീടിന്റെ മുറ്റത്ത് റോസച്ചെടികൾ ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ നല്ലൊരു റോസാപ്പൂവ് വിരിഞ്ഞ് ഭംഗിയായി നിൽക്കുമ്പോൾ അത് ആസ്വദിക്കുവാൻ ആഗ്രഹമുള്ള ആ ഉടമസ്ഥൻ അതിനെന്ത് ചെയ്യും? നുള്ളിയെടുത്ത് അതിനെ ഓമനിച്ച് അല്പസമയം എന്ത് ചെയ്യും? കൊണ്ടു നടക്കും. കുറച്ച് കഴിയുമ്പോൾ അത് കൊടിഞ്ഞു പോകും, അത് വേറെ കാര്യം. എന്നതുപോലെ തന്നെ ഹല്ലേലൂയ, തമ്പുരാൻ ആഗ്രഹിക്കുന്ന അളവിൽ ഒരു ദൈവ പൈതൽ ആയി തീരുമ്പോൾ ആ നിമിഷം തന്നെ ഹല്ലേലൂയ ആ വ്യക്തിയെ നുള്ളിയെടുക്കുന്ന, ഹല്ലേലൂയ ചേർത്തണയ്ക്കുന്ന ഒരു ഉടമസ്ഥനാണ് നാം സേവിക്കുന്ന ദൈവമെന്ന് ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്ന ദൈവമെന്ന് ദൈവാത്മാവിൽ വിളിച്ചു പറയുക. അതിന് തെളിവാണ് അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സ്തേഫാനോസ്. അവന്റെ ഒറ്റ പ്രസംഗം നടത്തിയുള്ളൂ, ഒറ്റ പ്രസംഗം. ആ പ്രസംഗത്തോടുകൂടെ അന്ന് തന്നെ അവൻ എന്ത് ചെയ്തു? ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പക്ഷേ അവനൊരു ശ്രേഷ്ഠതയുണ്ടായി. അവൻ ഈ ഭൂമിയിൽ വെച്ച് ഹല്ലേലൂയ എതിർപ്പ് സഹിക്കുമ്പോൾ, കല്ലേറ് അവന്റെ ശരീരത്തിൽ കൊള്ളുമ്പോൾ, അവൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ അവന് വേണ്ടി കാൽവരി ക്രൂശിൽ രക്തമൊഴുക്കി മരിച്ചുയർത്തതായ പ്രാണപ്രിയ അവനെ എതിരേൽക്കുവാൻ നിൽക്കുന്നത് അവൻ കാണുകയോ. എവിടെ ഇരുന്നിട്ട്? ഭൂമിയിലിരുന്ന് അവൻ വിളിച്ചു പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, എന്റെ കർത്താവ് എന്നെ സ്വീകരിക്കുവാൻ എഴുന്നേറ്റ് നിൽക്കുകയാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമേ, നീ നിന്ന് സഹിക്കുമ്പോ, നീ വേദന അനുഭവിക്കുമ്പോ, നീ പരിഹാസങ്ങൾ ഏൽക്കുമ്പോ, നീ ഒറ്റയ്ക്കല്ല കേട്ടോ. അല്ലെങ്കിൽ നിന്റെ കൂടെ നിന്നെ വിളിച്ചവർ കൂടെ ഉണ്ടെന്ന് ഇന്ന് പലരും വിളിച്ചു പറയുക. സ്വയമായി നമുക്ക് നിൽക്കാൻ കഴിയില്ല. ഏത് പ്രതികൂലത്തിന്റെ മധ്യയും നിർത്തുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അതിന് പെട്ടെന്ന് ഒരു ചിത്രം നിങ്ങളുടെ മുൻപിൽ ഞാൻ വരച്ചു കാട്ടി എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം ഇടാം. പഴയ നിയമത്തിൽ യോസഫിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അവൻ ബാല്യത്തിൽ തന്നെ, ഒരു 17-ാമത്തെ വയസ്സിലാണ് അവൻ മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും വേർപെടുന്നത്. അവനെ പൊട്ടക്കുഴിയിലിട്ടു. അവിടുന്ന് വലിച്ചു കയറ്റി മിദ്യാന്യർക്ക് വിറ്റുകളഞ്ഞു. അവൻ എത്തിപ്പെട്ടത് പൊത്തിഫേറിന്റെ ഭവനത്തിലാണ്. അവിടെ പ്രത്യേകമായി ദൈവാത്മാവ് വരച്ചു കാട്ടുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. യോസഫ് പൊത്തിഫേറിന്റെ ഭവനത്തിൽ കൃതാർത്ഥനായിരുന്നു.
ഞാൻ പലപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ഇത്രയും വേദന സഹിച്ച ഒരു വ്യക്തിക്ക് എങ്ങനെ കൃതാർത്ഥനാകാൻ പറ്റും? നമ്മളാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും? ഒന്ന് ചിന്തിച്ചാൽ മതി. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു, സ്വന്തം ദേശം നഷ്ടപ്പെട്ടു, സ്വന്തം ഭവനം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട് അടിമയായിട്ട് മറ്റൊരുവൻ്റെ വീട്ടിൽ ഇരിക്കുക, അടിമവേല ചെയ്യാൻ. അടിമവേല ചെയ്യാൻ അവനവിടെ ആയിരിക്കുമ്പോൾ തൃപ്തിയോടുകൂടെ, സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ, പെറുപെറുപ്പില്ലാതെ എന്ത് ചെയ്യുക? സ്തോത്രം, സ്തോത്രം. ചില ബുദ്ധിമുട്ടാ. പക്ഷേ അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയ അടുത്ത വാക്യം അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ അവന്റെ കൂടെയുണ്ടെന്ന് അവന്റെ യജമാനൻ കണ്ടു. അവന്റെ യജമാനൻ കണ്ടു. എന്നെ കേൾക്കുന്ന ദൈവമേ, നീ തൃപ്തിയോടുകൂടെ ദൈവമായി യാത്ര ചെയ്താൽ നിന്റെ കൂടെ ഒരുവനുണ്ടെന്ന്, നിന്റെ കൂടെ ഒരുവനുണ്ടെന്ന് മറ്റുള്ളവർ അറിയത്തക്കവണ്ണം എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവം മതിയായവനാണ്. അവിടെ ഒന്നും കൂടെ ദൈവാത്മാവ് വരച്ചു കാട്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. അവൻ ചെയ്യുന്ന പ്രവൃത്തി സാധ്യമാക്കുന്ന ഒരുവനുണ്ടെന്ന്. 17 വയസ്സേ അവനുള്ളൂ. ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഭവനത്തിനകത്തെ ഒരു ലാളനപുത്രനായിരുന്നു, വാത്സല്യപുത്രൻ. അപ്പം ഓമനിച്ച് പൊന്നെ താരെ പഞ്ചേ ചക്കരെ എന്നും പറഞ്ഞുകൊണ്ട് നടന്നതാ. അപ്പൊ വേണ്ടതുപോലെ എന്ത് ചെയ്യില്ല, ഒരു കാര്യത്തിലേക്കും അവനെ പറഞ്ഞു വിട്ടിട്ടില്ല. അത് കാരണം ഒന്നും ചെയ്യാൻ അറിയില്ല. ഇപ്പൊ എവിടെയാ കിടക്കുന്നേ? പൊത്തിപ്പേറിന്റെ വീട്ടിലാ, അടിമവേല ചെയ്യുക, വീട്ടുകാര്യങ്ങൾ ചെയ്യുക. ഇവന് വീടിന്റെ കാര്യം എന്താണെന്ന് അവൻ അറിഞ്ഞുകൂടാ, എയും ബിയും തിരിച്ചറിയില്ല. പക്ഷേ ഹല്ലേലൂയ, യജമാനൻ ഇവൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കി, ശ്രദ്ധയോടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുത്തനെയാ മേടിച്ചത്, വേണ്ടാ ഇപ്പൊ വേറൊരുവനും കൂടെ എന്റെ ഭവനത്തിൽ. ഹല്ലേലൂയ, അവൻ ചെയ്യുന്നത് തെറ്റാകുന്നത് അത് കറക്റ്റ് ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഭവനത്തിനകത്ത് വെളിപ്പെടുത്തിയേക്ക്. എന്നെ കേൾക്കുന്ന ദൈവമേ, നീ വിശ്വസ്തയോടെ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്താൽ നീ ഏകനല്ല. ഹല്ലേലൂയ, നിന്റെ കൂടെ നിന്നെ വിളിച്ചവൻ ഉണ്ട് എന്ന ബോധ്യം ഉണ്ടാകട്ടെ. ആമേൻ. വിശ്വസ്തയോടെ നടക്കണം. വേദന വന്നപ്പം ഇസ്രായേൽ ജനം പിറുപിറുത്തതുപോലെ എന്ത് ചെയ്തില്ല? നമ്മളും ചെയ്യുന്നത് പോലെ. സ്തോത്രം. ആമേൻ. വിശ്വസ്തയോടെ നിന്നാൽ, പൂർണ്ണ മനസ്സോടെ നിന്നാൽ, തൃപ്തിയോടെ കർത്താവിനോട് ചേർന്ന് നിന്നാൽ, നിന്റെ ജീവിതത്തിൽ വരുന്ന ഏത് ആവശ്യങ്ങളുടെ മുൻപിലോ ഏത് വിഷയത്തിന്റെ മുൻപിലോ പരിഹാരം തരുന്ന ഒരു പരിഹാരകനായി, പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ഒരു ഉടമസ്ഥനായി നീ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം നിന്റെ കൂടെ നിൽക്കും. അതുകൊണ്ടാണ് ഉടമസ്ഥൻ പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. സ്തോത്രം. ഇല്ല മക്കളെ, ദൈവമക്കളെ, കർത്താവ് നമ്മെ ഉപേക്ഷിക്കില്ല, കർത്താവ് നമ്മെ കൈവിടില്ല. പ്രതികൂലങ്ങൾ ഉണ്ടോ? ഉണ്ടെന്നേ, പ്രതികൂലമുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിൽ നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന, നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്ന, നിനക്ക് വേണ്ടി ഹല്ലേലൂയ ചില സഹായ ഹസ്തങ്ങൾ നീട്ടപ്പെടുന്ന ഒരു ദൈവിക പ്രവൃത്തി, ഒരു ദൈവിക കരം അനുഭവിക്കത്തക്കവണ്ണമുള്ള പ്രവൃത്തി വെളിപ്പെട്ടു വരും. സ്തോത്ര. വിശ്വസ്തയോടെ ചേർന്ന് നിൽക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവിടെ ഉടായ്പ് കാണിക്കരുത്, അവിടെ മുഷ്ക് കാണിക്കരുത്. സ്തോത്രം. ആമേൻ. വിനയത്തോടുകൂടെ നിന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം വെളിപ്പെടുവാൻ ഇടയാകും. സ്തോത്രം.
തുടർന്നുള്ള ദിവസങ്ങളിൽ സ്നാനത്തെക്കുറിച്ചുള്ള ആ വിഷയത്തിൻ്റെ പ്രാധാന്യത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. വളരെ പ്രാധാന്യതയുള്ള ഒന്നാണ് സ്നാനം. ആമേൻ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, ആരാധനയ്ക്ക് പോക്കോ കുഴപ്പമില്ല, പക്ഷെ സ്നാനപ്പെടരുത്. ആരാധനയ്ക്ക് പോക്കോ കുഴപ്പമില്ല, സ്നാനപ്പെടരുത്. എന്താണ് സ്നാനപ്പെട്ടാൽ കുഴപ്പം? അത് പിശാചിന് ചില പിടിക്കേടുള്ള വിഷയമാണ്. കാരണം അതിൻ്റെ പുറകിൽ ഒത്തിരി യാഥാർത്ഥ്യങ്ങളുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്നൊരു മാതൃകയാണ്. വചനങ്ങളെടുത്ത് വരും ദിവസങ്ങളിൽ അത് നമുക്ക് ചിന്തിക്കുവാൻ ഇടയാകട്ടെ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയാണ്. അതിന് മാറ്റമില്ല, ആർക്കും മാറ്റുവാൻ കഴിയില്ല. എന്നാൽ അതിനകത്തു തന്നെ ദൈവം ഒരു പദ്ധതി ഒരുക്കി. കർത്താവായ യേശു ക്രിസ്തുവാണ് ആ പദ്ധതി, ആ ക്രൂശാണ് ആ വഴി. സ്തോത്രം. അതിലൂടെ യാത്ര ചെയ്യുവാൻ സ്വയമായി സമർപ്പിക്കണം. തല്ലിപ്പഠിപ്പിക്കാൻ പറ്റില്ല, നിർബന്ധിച്ച് മതം മാറ്റാൻ പറ്റില്ലെന്ന്. ഇത് മനമാണ് മാറേണ്ടത്, മതമല്ല മാറേണ്ടത്. മനം മാറിയാൽ, ഹല്ലേലൂയ, നിര്യാണികൾ ഉറച്ച മുടന്തൻ തുള്ളിച്ചാടുന്നത് പോലെ നീ തുള്ളിച്ചാടുവാൻ തുടങ്ങും. ആളുകൾ ചോദിക്കും, എന്തുവാടി നീ തുള്ളുന്നേ? ഇപ്പൊ തുള്ളിക്കൊണ്ടിരിക്കുകയാ. കഴിഞ്ഞ നാൾ താടിക്ക് കൈ കൊടുത്ത നിരാശയോടുകൂടെ ആയിരുന്ന ഇടത്ത് നിന്ന് എന്റെ ദൈവനെ വിളിച്ച സന്തോഷത്തിലാക്കിയെങ്കിൽ ഇപ്പൊ തുള്ളുകയാണെന്ന്. പെട്ടെന്ന് മനസ്സിലാകുവാൻ ഒന്ന് രണ്ട് കാര്യം പറയാം. രണ്ട് കുറ്റിയുടെ ഇടയിലൂടെ ഒരു പന്ത് കടന്നു പോകുമ്പോൾ ഏതോ രാജ്യത്ത് പന്ത് കളി നടക്കുക. ഇഷ്ടപ്പെട്ട ഒരു പാർട്ടി എന്ത് ചെയ്തു? രണ്ട് കുറ്റിയുടെ ഇടയിൽ കൂടെ ഒരു പന്ത് അങ്ങ് അടിച്ചു വിട്ട് കഴിഞ്ഞപ്പം രാജ്യത്തിനപ്പുറത്തിരുന്നവൻ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? എടാ, നിനക്കെന്ത് നേട്ടം? എന്തേലും നേട്ടമുണ്ടോ? രണ്ട് കുറ്റിയുടെ ഇടയിൽ കൂടെ ഒരു പന്ത് പോയതാണ് കാരണം നീ കിടന്ന് തുള്ളുക. സ്തോത്രം. ഇത് കുറ്റിയുടെ ഇടയിൽ കൂടെ പന്ത് പോയതല്ല, നിത്യമായ നരകത്തിൽ നിന്ന്, അതികഠിനമായ യാതൊരു സ്ഥലത്ത് നിന്ന് നിത്യതയുടെ അവകാശിയാക്കി തീർത്ത പ്രാണപ്രിയരെ ആരാധിക്കുക. ഹല്ലേലൂയ. ദാവീദ് അതിന് പറയുന്ന വാക്കുണ്ട്, നിന്റെ അപ്പന്റെ സ്ഥാനം അപ്പന്റെ കരത്തിൽ നിന്ന് കാട്ടിൽ കിടന്ന എന്നെ വിളിച്ചു നൽകിയെങ്കിൽ ഇതുപോലെ അല്ലടി പെണ്ണെ, ഇതിനേക്കാളും ഹീനമായ നിലയിൽ ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുവാൻ ഒരു മാന്യതയുമില്ല, ഒരു യോഗ്യതയുമില്ല. സ്തോത്രം. നീ വെറും മൺപാത്രം മാത്രമാണ്. ഹല്ലേലൂയ. തകർന്നു കിടന്ന ഇടത്തിൽ നിന്ന് നിന്നെ ഉയർത്തിയേക്ക്. സങ്കീർത്തനക്കാരൻ പറയുന്നത് എങ്ങനെയാണ്? എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനാണ്, എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവൻ. ഹല്ലേലൂയ. ആ നാശകരമായ കുഴിയിൽ നിന്ന് എന്നെ ഉയർത്തിയ ആ ദൈവത്തെ സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെ തുള്ളിച്ചാടും, അതിന് അതിരുകളില്ല. ആര് പറഞ്ഞാലും യഥാർത്ഥമായി അകത്ത് കത്തിയാൽ, യഥാർത്ഥമായി അകത്ത് ബന്ധമുണ്ടായാൽ
നീ തുള്ളല് നിർത്തില്ല. ആമേൻ. നിന്റെ ശബ്ദം കുറയില്ലെന്നേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ബന്ധമാണ് ഈ ബന്ധം. ഇനി ഒരു ചിന്തയും കൂടെ നിങ്ങളുടെ മുൻപിൽ വെക്കാം. ഈ ലോകർ ക്രിസ്ത്യാനികൾ അമ്പും കൊണ്ട് നടക്കും. ഹൈന്ദവ സഹോദരങ്ങള് പൂരം കൊണ്ട് നടക്കും. മുസ്ലിം സഹോദരങ്ങള് അതിനെന്താ പറയുന്നേ, എന്തോ ഒരു പരിപാടി കൊണ്ട് നടക്കുന്ന, തുണിയും കെട്ടിക്കൊണ്ട് നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ആ, ഇതിന്റെ മുന്നിൽ കിടന്ന് ആളുകൾ തുള്ളുകയും ചാടുകയും ചെയ്യുന്നുണ്ട്. വാട്ടീസ് അടിച്ചിട്ടാണ്, അത് വേറെ കാര്യം. എന്നാലും നിർത്തണമെന്ന് പറഞ്ഞാൽ നിർത്തുവോ? ആരോഗ്യം അതിന്റെ ക്ഷീണം ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ അടുത്ത സ്റ്റോക്ക് ഉണ്ടാകും, എവിടെയെങ്കിലും വീണ്ടും എന്ത് ചെയ്യും? ഇതങ്ങനെയുള്ളൊരടിയല്ല. ഇത് നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ കേറ്റിൽ നിന്ന് ഹല്ലേലൂയ വീണ്ടെടുത്ത ക്രിസ്തുവാകുന്ന പാറകൾ നിർത്തിയെങ്കിൽ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കടപ്പെട്ടവനാണ് ഒരു ദൈവ പൈതൽ. സ്തുതിക്ക് യോഗ്യനാണവൻ, സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ്. ആമേൻ. നാം സേവിക്കുന്ന ദൈവം ആരാധന കൊതിയനല്ല, ആരാധനയ്ക്ക് യോഗ്യനാണ്. ആരാധനയ്ക്ക് യോഗ്യനാണ്. അവൻ മാത്രം സർവശക്തൻ. ആ ദൈവത്തെ കണ്ടെത്തുവാൻ, ആ ദൈവത്തെ അല്പമായി അറിയുവാൻ ഈ ഭൂമിയിൽ ഭാഗ്യം ലഭിച്ചത് മഹാഭാഗ്യമാണ്. അനേകർ ഈ കർത്താവിനെ പുച്ഛിച്ചു തള്ളുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, അനേകർക്ക് വിരസതയുണ്ടാക്കുമ്പോൾ, ഒരു വ്യത്യസ്ത നിലകളിലുള്ള ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുമ്പോൾ, വചനം പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. തേജസ്സിന്റെ കർത്താവിനെ യഹൂദന്മാർ തള്ളിക്കളഞ്ഞത് അവർ തേജസ്സിന്റെ കർത്താവാണെന്ന് അറിഞ്ഞില്ല. ഹല്ലേലൂയ. അത് അറിയുവാനുള്ള ഭാഗ്യം ദൈവകൃപയാൽ നമുക്ക് നൽകി. സ്തോത്രം. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ഹൃദയം സന്തോഷത്താൽ നിറയട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാ. തുടർന്നും ഈ ചിന്തയോടെ മുൻപോട്ട് പോകുവാൻ സ്വർഗ്ഗം സഹായിക്കട്ടെ. കരുണയുള്ള പിതാവേ, അപ്പച്ചന്റെ അടുക്കലേക്ക് ഞങ്ങൾ അടുത്തു വരികയാ. അവിടുത്തെ കൃപയുടെ കടാക്ഷം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞതിനായി സ്തോത്രം ചെയ്യുകയാ. ഈ മഹാഭാഗ്യ പദവിയിലേക്ക് അവിടുന്ന് കരം പിടിച്ച് കയറ്റിയല്ലോ, അതിനായി സ്തോത്രം. മഹത്വം മുഴുവൻ കർത്താവിന് അർപ്പണം ചെയ്യുന്നു. കേൾവിക്കാരുടെ ജീവിതത്തിൽ ഈ വചന ചിന്തകൾ അനുഗ്രഹമാക്കി മാറ്റണം. ദൈവിക പ്രവൃത്തിനാഥൻ വെളിപ്പെടുത്തണം. അരുമനാഥൻ കരകളിലേക്ക് പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് മറുപടി നൽകി ആദരിക്കും കൃപയ്ക്ക് നന്ദി. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.